നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഗൂഗിൾ ആണോ ഓപ്പൺ ആയി വരുന്നത്. ഇനി ന്യൂ ടാബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് കാണാം ഗൂഗിൾ തന്നെയാണ് ഓപ്പൺ ആയി വരുന്നത്. ഇനി എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും നിങ്ങൾക്ക് കാണാം ഗൂഗിളിലൂടെ തന്നെയാണ് സെർച്ച് ആകുന്നത്. ഇതുകൊണ്ടുള്ള പ്രശ്നം എന്തെന്നാൽ നമ്മൾ ഈ സെർച്ച് ചെയ്ത കാര്യം നമ്മൾ മറന്നു പോയാലും നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ആപ്ലിക്കേഷനുകൾ, നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾ, എന്തിന് ഗൂഗിൾ പോലും ഇത് കാലാകാലം ഓർത്തു വെക്കും. ഇതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ എത്ര വർഷം കഴിഞ്ഞിട്ടായാലും ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് സന്ദർശിക്കുമ്പോഴും നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോഴും ഒക്കെ ആ ആപ്ലിക്കേഷനും വെബ്സൈറ്റിനും ഒക്കെ ഇന്ന ദിവസം ഇന്ന കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത ആളാണ്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പരസ്യങ്ങൾ കാണിക്കും. എന്തിന് നമ്മൾ ഇൻസ്റ്റഗ്രാം ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ സെർച്ച് ചെയ്തതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് സജഷൻ ആയിട്ട് വരിക. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം നമുക്കൊക്കെ ഇന്റർനെറ്റിൽ ഒരു ഡിജിറ്റൽ പ്രൊഫൈൽ ഉണ്ട്. അതിന് ഡിജിറ്റൽ ഫുട് പ്രിന്റ് എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതല്ല, നമുക്കിത് റിമൂവ് ചെയ്യാനും സാധിക്കില്ല. നമ്മൾ ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഈ ഡിജിറ്റൽ ഫുട് പ്രിന്റിൽ ശേഖരിക്കപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൽ കിടക്കുന്ന ആപ്ലിക്കേഷനുകൾക്കും നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റുകൾക്കും ഒക്കെ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ എന്തൊക്കെ പ്രോഡക്റ്റുകൾ വാങ്ങുന്നുണ്ട്, നമ്മൾ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്, നമ്മൾ ഫോണിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഗൂഗിൾ ക്രോമിനകത്ത് തന്നെയുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഗൂഗിൾ ക്രോമിനകത്ത് സെറ്റ് ചെയ്യുന്നതെന്ന് വീഡിയോയിൽ പറഞ്ഞു തരാം. ഇതിനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം ഗൂഗിൾ ക്രോമിനകത്തെ സെർച്ച് എഞ്ചിൻ മാറ്റുക എന്നുള്ളതാണ്. അതായത് ഗൂഗിൾ സെർച്ച് എഞ്ചിൻ മാറ്റിയിട്ട് നമുക്ക് മറ്റൊരു സെർച്ച് എഞ്ചിൻ വെക്കണം. അതിനായിട്ട് നിങ്ങൾ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തിട്ട് വലതുഭാഗത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സെറ്റിംഗ്സ് ലഭിക്കും. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്താൽ ഇവിടെ സെർച്ച് എഞ്ചിൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി അത് ഗൂഗിളിൽ സെലക്ട് ആയി കിടക്കുന്നുണ്ടാവും. ഇവിടെ താഴെയായി ഡഗ് ഗോ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ശേഷം നിങ്ങൾ ഈ ക്രോം ബ്രൗസർ ഒന്ന് എക്സിറ്റ് പോകുക. പിന്നീട് നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ അല്ല ഓപ്പൺ ആവുക, ഡഗ് ഗോ എന്ന സെർച്ച് എഞ്ചിനാണ് ഓപ്പൺ ആവുക. ഈ സെർച്ച് എഞ്ചിനിൽ നമ്മൾ എന്തെങ്കിലും കാര്യം തിരയുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഡഗ് ഗോ എന്ന സെർച്ച് എഞ്ചിനിലൂടെ തന്നെയാണ് ഇത് സെർച്ച് ചെയ്തു പോവുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ FTM ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാം ഡഗ് ഗോ എന്ന സെർച്ച് എഞ്ചിനിലൂടെയാണ് സെർച്ച് ആയിരിക്കുന്നത്, ഗൂഗിളിലൂടെയല്ല. നമുക്കിവിടെ ഗൂഗിളിലെ പോലെ തന്നെ ഇമേജ്, വീഡിയോ ഒക്കെ സെർച്ച് ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷൻ ഇതിനകത്ത് തന്നെയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ സെർച്ച് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് പ്രൊട്ടക്റ്റഡ് ആണ്. അതായത് നിങ്ങൾ എന്താണ് സെർച്ച് ചെയ്തിരിക്കുന്നത് എന്ന് ഈ വെബ്സൈറ്റ് ശേഖരിച്ച് വെക്കുന്നുമില്ല, മറ്റൊരാൾക്ക് ഷെയർ ചെയ്യുകയുമില്ല. അതുകൊണ്ട് തന്നെ 100% സുരക്ഷിതമായിട്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ പ്രത്യേക കാര്യം മനസ്സിലാക്കേണ്ടത് ഗൂഗിൾ പോലെ വിപുലമായൊരു സെർച്ച് എഞ്ചിൻ അല്ല ഇത്. ഇതിന് പരിമിതികളുണ്ട്. നമുക്കിപ്പോൾ ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്നത് പോലെ ഒരുപാട് സെർച്ചിങ് റിസൾട്ട് ലഭിക്കില്ല. അതുപോലെ തന്നെ ഇൻ്റർനെറ്റിൽ വളരെ വിരളമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിലും ഇതിൽ നിന്ന് റിസൾട്ട് ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവാണ്. ഇനി ഗൂഗിളിലൂടെ വിപുലമായി സ്ഥിരം സെർച്ച് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് കംഫർട്ടബിൾ അല്ല. അങ്ങനെയുള്ളവർക്ക് നമുക്ക് സ്വകാര്യമായി സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ഡഗിൽ സെർച്ച് ചെയ്യാം. മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഗൂഗിൾ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഇത് പെർമനൻ്റ് ആയിട്ട് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാതെ ആവശ്യത്തിന് മാത്രം ഡഗിലൂടെ സെർച്ച് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ചെയ്യേണ്ടത് ഈ സെർച്ച് എഞ്ചിൻ നിങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചതുപോലെ ഇത് ഡീഫോൾട്ട് ആയിട്ട് സെറ്റ് ചെയ്യണമെന്നില്ല. ഞാൻ വീണ്ടും സെറ്റിംഗ്സിൽ പോയിട്ട് ഗൂഗിൾ തന്നെ സെർച്ച് എഞ്ചിൻ ആക്കുന്നുണ്ട്. വിപുലമായി സെർച്ച് ചെയ്യുന്നവർക്കാണ് പറയുന്നത്. ഇനി നമ്മൾ എക്സിറ്റ് പോയിട്ട് ഓപ്പൺ ചെയ്യുമ്പോഴെല്ലാം ഗൂഗിളിൽ തന്നെയാണ് നമുക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നത്. എന്നിട്ട് നമ്മുടെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഇനി നമുക്ക് സ്വകാര്യമായിട്ട് സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യേണ്ട ആവശ്യഘട്ടത്തിൽ ജസ്റ്റ് ഈ സെർച്ച് ബാറിൽ തന്നെ നിങ്ങൾ ഞാൻ എഴുതുന്നത് പോലെ ഡഗ് ഗോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡഗ് ഗോയുടെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് ലഭിക്കുന്നതാണ്. എന്നിട്ട് നമുക്ക് ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തിട്ട് തന്നെ നമുക്ക് ഡഗ് ഗോയുടെ വെബ്സൈറ്റിലേക്ക് പോകാം. എന്നിട്ട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് സ്വകാര്യമായി സെർച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ സെർച്ച് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഡിജിറ്റൽ പ്രൊഫൈലിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അത് നമ്മുടെ പ്രൈവസിയെ ബാധിക്കില്ല. പിന്നെ പ്രത്യേക കാര്യം ഓർമ്മപ്പെടുത്തുന്നു, നിയമവിരുദ്ധമായ കാര്യങ്ങളൊന്നും സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല ഇത്. കാരണം നമ്മുടെ IP-യും കാര്യങ്ങളൊക്കെ ഇതിൽ ഹൈഡ് ആകുന്നതല്ല. നമുക്ക് നമ്മുടെ ഫോണിൽ ഇരിക്കുന്ന ആപ്ലിക്കേഷനും നമ്മൾ സന്ദർശിക്കുന്ന വെബ്സൈറ്റും ഗൂഗിളൊന്നും നമ്മൾ സെർച്ച് ചെയ്തതിൻ്റെ റിലേറ്റഡ് ആയിട്ട് നമ്മളോട് പെരുമാറാതിരിക്കാനുള്ള മാത്രം ഓപ്ഷനാണിത്. ആ കാര്യം ഓർക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ
ഗുഡ് ബൈ.